നിളയോര പാതയിലെ തരിശു നിലത്ത് പച്ചക്കറി കൃഷിയിൽ വിജയം കൊയ്ത് കർഷകനായ സെമീറും സുഹൃത്തുക്കളും. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. പൊന്നാനി നിളയോര പാതയിലെ തരിശു കിടന്ന ഭൂമിയിൽ പച്ചക്കറി കൃഷി ഇറക്കി വിജയം കൊയ്യുകയാണ് കർഷകനായ സെമീറും സുഹൃത്തുക്കളും. ഓരോ തവണ കൃഷി ചെയ്യുന്നതും ഓരോ രീതിയിലുള്ള പച്ചക്കറികളാണ്. ഇത്തവണ വെണ്ട കൃഷിയാണ് നടത്തിയത്. തരിശു കിടന്ന കാട് മൂടിയ സ്ഥലം വൃത്തിയാക്കിയാണ് കൃഷി തുടങ്ങിയത്. വേനൽക്കാലത്ത് പച്ചക്കറി കൃഷിയും മഴക്കാലത്ത് നെൽകൃഷിയും മീൻ കൃഷിയും പശു വളർത്തലും സെമീർ കുടുംബപരമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പല രീതിയിലുള്ള കൃഷി ഉപജീവന മാർഗമാക്കി മാറ്റി വിജയം നേടുകയാണ് ഇവർ. സെമീറിന്റെ കുടുംബം പാരമ്പര്യ കർഷക കുടുംബമാണ്. വിളവെടുക്കുന്ന വെണ്ട ദിവസേന കർമ്മയിലെത്തുന്ന യാത്രക്കാർക്ക് വിൽപ്പന നടത്താറാണ് പതിവ്. കൂടാതെ പ്രദേശത്തുള്ള ആളുകളും വന്നു വാങ്ങും. സെമീറിനൊപ്പം ഷക്കീർ, ഫൈസൽ, മണി, അനിൽ എന്നീ സുഹൃത്തുക്കളുമുണ്ട്. പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ജൈവ കർഷകൻ രജീഷ് ഉപ്പാല ഉദ്ഘാടനം ചെയ്തു. പച്ചക്കറി കൃഷി സുലഭമായി ചെയ്തിരുന്ന പൂർവികരുടെ ഓർമ്മകൾ ഉണർത്തുന്ന രീതിയിലാണ് സെമീറും കൂട്ടാളികളും ഇവിടെ നൂറുകണക്കിന് വെണ്ട കൃഷി ചെയ്ത് 100 മേനി വിളയിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഈ ഈശ്വരമംഗലം പുഴയുടെ തീരത്ത്, ഈ ഭാരതപ്പുഴയിൽ വേനൽക്കാലത്ത് കായ്ക്കറി ഉണ്ടാക്കി തമിഴ്നാട്ടിലേക്ക് പച്ചക്കറി കയറ്റി അയച്ചിരുന്ന ഒരു ചരിത്രമുള്ള ഒരു പ്രദേശത്ത് ഇന്നും കൃഷിയെ സ്നേഹിക്കുന്ന ഒരു പുതിയ തലമുറ ഇവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ് ഈ വെണ്ട കൃഷി